Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിപ്പബ്ലിക് ഡേ അല്ലേ വരുന്നത്, അതുകൊണ്ട് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ 3 കളറിലാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാൽ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ 3 കളറിലുള്ള പുഡിംഗ് സെറ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിതിൽ നിന്ന് 1/4 കപ്പ് വീതം അളന്നിട്ട് ഓരോ ബൗളിലേക്ക് അളന്നൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈന ഗ്രാസും ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് തിളപ്പിക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അതേസമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗളിലത്തെ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് തിളക്കുമ്പോഴേക്കും നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു 3 നുള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സോസ് പാനിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതേസമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ പുഡിങ്ങിൻ്റെ മിഡിൽ ലെയറിൽ വൈറ്റ് കളർ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് കളറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് പാല് തിളച്ചാൽ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതും നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഇതും ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ 2 ലെയർ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 1/4 കപ്പ് പാൽ ഞാൻ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയർ ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പ് നമുക്ക് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ലെയർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൂന്നാമത്തെ ലെയറിനുള്ള ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 3 കളറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.